ഇടുക്കിയിൽ മയക്കുവെടി വെച്ച് കടുവയെ കൂട്ടിൽ കയറ്റിയിരിക്കുകയാണ്. ഇന്നലെയാണ് കടുവ കുഴിയിൽ വീണത്. ആ ദൃശ്യങ്ങൾ കാണാം. ഇടുക്കി ഏലപ്പാറയിൽ ഇന്നലെയാണ് കടുവ കുഴിയിൽ വീണത്. അല്പസമയം മുൻപാണ് കടുവയെ മയക്കുവെടി വെച്ച് കൂട്ടിൽ കയറ്റിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ മയക്കുവെടിയിൽ കടുവ മയങ്ങിയിരുന്നില്ല. വീണ്ടും മയക്കുവെടി വെക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതിനിടെയാണ് കടുവയെ കൂട്ടിൽ കയറ്റാൻ സാധിച്ചിരിക്കുന്നത്. കടുവ കുഴിയിൽ വീണത് ഇന്ന് രാവിലെയോടുകൂടിയാണ്. ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കടുവയെ കൂട്ടിൽ കയറ്റാൻ സാധിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു എന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ആ കടുവയെ ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കൂട്ടിൽ കയറ്റാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ മയക്കുവെടിയിൽ കടുവ മയങ്ങിയിരുന്നില്ല. ആ കടുവയെയാണ് ഇപ്പോൾ കൂട്ടിൽ കയറ്റിയിരിക്കുന്നത്. കടുവയ്ക്ക് വീണ്ടും മയക്കുവെടി നൽകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിരവധി പേരാണ് കടുവയെ കാണാനായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. സുബിനുണ്ട് വിശദാംശങ്ങളുമായി. സുബിൻ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ കടുവയെ മയക്കോട് വെച്ച് പിടികൂടി കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ചെല്ലാർകോവിലിന് സമീപത്ത് ഈ ഒരു കുഴിയിൽ, ഏലത്തോട്ടത്തിനുള്ളിലെ വേസ്റ്റ് കുഴിയിൽ ഇത്തരത്തിലൊരു കടുവയെ കാണുന്നത്. ഒരു പട്ടിയെ ഓടിക്കുന്നതിനിടയിൽ കടുവ കുഴിയിൽ വീണതാകാമെന്ന നിഗമനത്തിലായിരുന്നു. ഇതിനുശേഷം ഈ സ്ഥല ഉടമയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നിലവിൽ കടുവയെ മയക്കോട് വെച്ച് പിടികൂടിയിട്ടുണ്ട്. ഒരു 12:20 കൂടിയാണ് ആദ്യ മയക്കോട് വെക്കുന്നത്. അതിനുശേഷം ഏകദേശം അരമണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് ഈ കടുവ മയങ്ങുന്നത്. ആ മയങ്ങിയ ശേഷം വല ഉപയോഗിച്ച് കടുവയെ ഈ കുഴിക്കുള്ളിൽ നിന്ന് കയറ്റുകയായിരുന്നു. ഇതിനിടെ ഈ നായ്ക്കും മയക്കുവെടി കൊടുത്തു. നായയും നിലവിൽ ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് ഈ വാഹനത്തിനുള്ളിൽ നിലവിലിപ്പോൾ കയറ്റിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിലവിലിപ്പോൾ ഈ കൂട് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് ഈ കടുവയെ കൂട്ടിൽ കയറ്റുന്നത് കാണാൻ വേണ്ടി. പ്രധാനമായും തമിഴ്നാട് വനാതിർത്തിയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഇതിന്റെ താഴ്വശം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് എതിർവശം പൂർണ്ണമായും തമിഴ്നാട് വനമേഖലയാണ്. ഈ തമിഴ്നാട് വനമേഖലയിൽ നിന്ന് കയറി വന്ന കടുവയാകാമെന്നൊരു നിഗമനമാണ് എന്തായാലും വനംവകുപ്പിനുള്ളത്. ഇതുവരെ വനംവകുപ്പ് പരിശോധന നടത്തിയ ശേഷം ഈ കടുവയെ നിലവിലിപ്പോൾ കൂടിനുള്ളിലേക്ക്, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കൂടിനുള്ളിൽ കടുവയുടെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ കൂട് അടയ്ക്കുകയാണ് കടുവ. ഇപ്പോൾ കടുവ നിലവിലിപ്പോൾ വാഹനത്തിനുള്ളിൽ ഉയരുന്നുണ്ട്. അതായത് ആ ഒരു മയക്കത്തിലാണെങ്കിൽ പോലും കടുവ കൂടിനുള്ളിൽ തന്നെ കോൺഷ്യസ് ആവുന്ന, അല്ലെങ്കിൽ ആ ഒരു ബോധാവസ്ഥയിലേക്ക് വരുന്നത് പോലുള്ളൊരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കടുവ തല ഉയർത്തിയിട്ടുണ്ട്. കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.